കുട്ടി തന്നെ ഉള്ളു അവള്. 2 ദിവസമായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. ഇത്തിരി ചോറ് വരുമോ? പൈസയൊന്നും ഇല്ലാത്തോണ്ടൊന്നും ആകില്ല. ഇത്തിരി ചോറ് തരും. ഇരിക്കാം. ഇല്ല, ആരുമില്ല. മക്കളാ ഇല്ല മോളെ, ആരുമില്ല. കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. ഭാര്യയും മക്കളും വീടും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആരുമില്ല. നമുക്ക് കരുത്തും ചെറുപ്പമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഉണ്ടാവും. കാശും തൊഴിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. 10-20 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കാശും സ്ഥലവും വീടൊക്കെ ഉണ്ടാക്കി. പക്ഷെ എല്ലാം പോയി. എല്ലാം നിർത്തിപ്പോന്ന അവിടുന്ന്. പ്രഷറും ഷുഗറും BP കൊളസ്ട്രോളും ഇടയ്ക്കൊരു സ്ട്രോക്കും വന്നു. ഉള്ള കാലം ഇനി വീട്ടിൽ ഭാര്യ മക്കളുടെ ഒപ്പം ജീവിക്കാൻ വിചാരിച്ചു. അവർക്ക് സന്തോഷമായി ജീവിക്കൊരു നാട്ടിൽ. ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടില്ല. ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കും. 2 പേമക്കളുടെ കല്യാണം കഴിച്ചു കൊടുത്തു. അത്യാവശ്യം സ്വർണ്ണോ പണമൊക്കെ കൊടുത്തിട്ട്. എൻ്റെ ആ മക്കളുടെ കല്യാണം കഴിഞ്ഞവർക്ക് ജോലിയൊക്കെ ആയി. ഒന്നും എനിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചില്ല. ഓരോരുത്തർ എഴുതി വാങ്ങി. ഭാര്യ അവരുടെ കൂടെ, മക്കളുടെ കൂടെ.
അവർ പറഞ്ഞത് കേൾക്കുള്ളൂ. എനിക്ക് വയസ്സായില്ലേ, അസുഖക്കാരനായില്ലേ, എൻ്റെ ഭാര്യ മക്കളൊക്കെ ചേർത്തിട്ടുണ്ട് അനാഥാലയത്തിൽ കൊണ്ടാക്കി. ഒരു വർഷമൊക്കെ ഞാൻ അവിടെ നിന്നു. പക്ഷെ പറ്റണില്ല, നാട് വീടൊന്നും വിട്ട് ജീവിച്ചിട്ട് പറ്റുന്നില്ല. കുറേ കാലം ആരെയും സ്നേഹം കിട്ടാതെ പണി കാശ് കണ്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടു. വയ്യാത്ത കാലം വന്ന് സമ്പാദിക്കാൻ നിവൃത്തിയില്ലാതായി ജോലിയെല്ലാം കളഞ്ഞിവിടെ വന്നപ്പോൾ അവർക്കെന്നെ പിടിക്കാതെ എന്നെ ആശുപത്രി കൊണ്ടുപോകാനൊന്നും കാശില്ല. ഒരു ദിവസം ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ തൃശ്ശൂരുള്ള ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കി. ഒരു വർഷം അവിടെ നിന്നു. പിന്നെ ആരും കാണാതെ അവിടെ നിന്ന് ചാടിപ്പോന്നു. പിച്ചെടുത്തിട്ട് തന്നെ ജീവിക്കും. കാശൊന്നും ആരും വാങ്ങില്ല മക്കളെ. കാശാണല്ലോ എല്ലാത്തിൻ്റെ ശത്രു. ഒരു നേരത്തെ ആഹാരം അത് കിട്ടിയാൽ മതി. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവുള്ളൂ. കാശുണ്ടാവുമ്പോഴും എല്ലാവരും ഉണ്ടാവും. ബന്ധവും കുടുംബവും ഭാര്യ മക്കളും കൂട്ടുകാരും നാട്ടുകാരൊക്കെ. നമുക്കൊന്നും കഴിയാതെ ആരും ഉണ്ടാവില്ല മക്കളെ. നമ്മളൊന്ന് വീണ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുവരും, ഒന്ന് ചത്ത് കിട്ടാൻ വേണ്ടി. കുട്ടി വിഷമിക്കണ്ട. ഇവിടെ വന്ന് ചോറ് വന്നല്ലോ, ഇതിന് മനസ്സ് കാണിച്ചല്ലോ. കുട്ടി നന്നായി വരും. എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും മോളെ. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മക്കള് അച്ഛനമ്മേനൊക്കെ നോക്കണം കേട്ടോ. അതുപോലെ ഭർത്താവ് അധ്വാനിക്കാനൊന്നും കഴിവില്ലാതെ വരുമ്പോൾ നീ ഭാര്യ മക്കളുടെ കൂടെയൊക്കെ വിശ്രമിക്കാന്ന് വിചാരിച്ചിട്ട് ഒതുങ്ങുമ്പോൾ ചേർത്ത് വിളിക്കണം കേട്ടോ. അവരാരോഗ്യവും അവരായുസ്സും അവരുടെ സ്വപ്നങ്ങളും മോഹങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ബലി കഴിപ്പിക്കും. ആരും അനാഥരായി പോകരുത്. അനാഥത്തെ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും ഉണ്ടായിട്ടും ഞാനൊന്നും ഒറ്റയ്ക്ക. ഈ ഒരു നേരത്തെ ഒരു പിടി ആഹാരത്തിന് വേണ്ടി തെണ്ടി നടക്കുക മക്കളെ. ആരും അനാഥരാവാതിരിക്കട്ടെ. മക്കളെ പൊന്നുപോലെ വളർത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവർ വലിയ ആളുകളാവുമ്പോൾ അവർക്ക് അച്ഛൻ പറയണത് ഒന്നും പിടിക്കില്ല. അവനവൻ്റെ ഭാരം മക്കൾക്ക് വെച്ച് കൊടുക്കണം. മക്കളത് നോക്കി നടത്തണം. ചോര നീരാക്കി നോക്കിയതല്ലേ നമുക്ക് ആഗ്രഹിച്ചൂടെ മക്കളെ. നമ്മുടെ മക്കൾ നമ്മൾ നോക്കണം, നമ്മുടെ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കണം.
കുടുംബം നോക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായാലും നമുക്ക് അതിനു വേണ്ടി തന്നെയല്ലേ നമ്മൾ വളർത്തിയുണ്ടാക്കണം. മക്കളെ നന്നായി വരട്ടെ, നന്നായി വരണം. വിശന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു പിടി ചോറ് കൊടുക്കാൻ കാണിക്കുന്ന മനസ്സില്ലേ, അത് തന്നെ കുട്ടിയുടെ ഏറ്റവും നല്ല ഗുണം. മോൾക്ക് നല്ലത് വരണം. ഇക്കുണ്ട് പെൺമക്കളും അച്ഛനെവിടെയെന്ന് പോലും തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാറും ബംഗ്ലാവും ഫോണും പൈസയൊക്കെ ഉള്ള കാലത്ത് അവർക്ക് എപ്പോഴും വരണം വീട്ടിൽ. അച്ഛൻ അവരെയാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ മക്കളാണ് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. വേണ്ട മക്കളെ അവർക്ക്. അച്ഛൻ പഴയതായി, അച്ഛൻ്റെ ചിന്തകൾ ശരിയല്ല, അച്ഛൻ അസുഖക്കാരനായി, അച്ഛൻ ആരോഗ്യമില്ല, അച്ഛന് വൃത്തിയും വെളുപ്പില്ല, അച്ഛന് ജീവിക്കാൻ അറിയില്ല. അതാ പറ്റിപ്പോയി. ഒരച്ഛനമ്മയ്ക്ക് ഈ ഗതി വരരുത്. ഒരു മക്കളും ഒരച്ഛനെ അമ്മയും അനാഥ മന്ദിരത്തിലേക്ക് പറഞ്ഞയക്കരുത്, തെരുവിലേക്ക് ഇറക്കി വിടരുത്. അത് മാത്രം പ്രാർത്ഥിക്കാം. അയ്യോ, കാശൊന്നും വേണ്ടപ്പ, പൈസ ഒന്നും വേണ്ട. പൈസ ശത്രുവാ, അത് വേണ്ട. ഈ വയറ്, അതിലേക്ക് ഇത്തിരി ചോറ്, അതുണ്ടെങ്കിൽ ജീവിച്ചു പോകും. ഇനിയിപ്പോ ഇങ്ങനെ മരുന്ന് കഴിക്കാൻ എത്ര കാലം പറ്റുന്നറിയില്ല. എവിടെയെങ്കിലും വീണ് ചാവുന്നവരെ മക്കൾ നന്നായിരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. ഒരുപാട് സന്തോഷം.